കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. മാലയോഗം ഭാഗം 23. ഉണ്ണിമായ എന്താ ഇവിടെ? അപ്പോൾ സ്കൂളിൽ വരാത്തതെന്ന് അന്വേഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭരതൻ തിരക്കി. ഞാൻ യാത്ര പറയാൻ വന്നതാ. എന്ത് ചോദിക്കണമെന്നറിയാതെ പതറി നിൽക്കുന്നവൻ്റെ മിഴികൾ നോക്കി ഉണ്ണിമായ പറഞ്ഞു. താനിതെങ്ങോട്ട് പോകുന്നു? യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഉടനെ തന്നെ ഭരതനിൽ നിന്നും മറുപടി വന്നു കഴിഞ്ഞിരുന്നു. എറണാകുളത്തേക്ക്. മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ബാങ്കിലെ 2 പേരുണ്ട് അവിടെ. പുതിയൊരു ജോലി കണ്ടെത്തണം. അപ്പുവിനെ അവിടെ ഒരു സ്കൂളിൽ ചേർക്കണം. ചെറിയമ്പ്യാർക്ക് തരപ്പെട്ടാൽ അവൻ്റെ TC ഒന്ന് വേഗം റെഡിയാക്കി തരണം. ശ്വാസം അടക്കി പിടിച്ച് ഉണ്ണിമായ പറയുന്നതൊക്കെയും ശ്രവിച്ചു കൊണ്ടിരുന്നവൻ അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ ഉണ്ണിമായ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുള്ള വരവാണല്ലേ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നോട് യാത്ര ചോദിക്കുന്നുവെന്ന് മാത്രം. ഉള്ളിൽ ദുഃഖം നുരതള്ളുമ്പോഴും ഭരതൻ പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് ഏറെ ആദി അപ്പുവിനെ ഓർത്തായിരുന്നു. ഇനി എൻ്റെ ജീവിതം അവനു വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലി കൂടിയേ തീരൂ. ഒരു ജോലിക്ക് വേണ്ടി എറണാകുളം പോകേണ്ടതുണ്ടോ? നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനപ്പുറവും തൻ്റെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികളുണ്ടോ? കണാരേട്ടനോട് പറഞ്ഞ് അവരുടെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഉണ്ണിമായ്ക്കൊരു ജോലി ശരിയാക്കി തരാം. ഭരതൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടെ അടുത്തു നിന്നു. പോവരുത്. തന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവൻ അവളുടെ കാതോരം വന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അവനെ നോക്കി അവൾ പിറകിലേക്ക് മാറി. അവൻ്റെ ഓരോ ചുവടുകളും വാക്കുകളും അവളെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ദേഷ്യപ്പെടാനോ മുഖം തിരിക്കാനോ കഴിയുന്നില്ല. വേണ്ട, എനിക്ക് ഈ നാട് വേണ്ട. വല്ലാത്തൊരു മടുപ്പാണ് എനിക്കിവിടം. ഞാൻ വെറുക്കുന്നതും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഓർമ്മകൾ ഈ നാട്ടിലുണ്ട്, വിഷ്ണു അടക്കം. കയ്യിൽ പിടിച്ച കുടയിൽ മുറുക്കമിട്ട് അവൾ വിതുമ്പി വരുന്ന ഹൃദയവേദനയെ തടയിട്ടു. നിനക്ക് ഞാനില്ലേ ഉണ്ണിമായായി? അവൻ വീണ്ടും സൗമ്യമായി പറഞ്ഞു. അരുത്, ചെറിയമ്പ്യാർ ഒരിക്കലും എന്നോടിങ്ങനെയൊന്നും പെരുമാറരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. ഞാൻ അതൊരിക്കലും അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ ആ തരത്തിലുള്ള സ്നേഹവും കരുതലും അവൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. ഉണ്ണിമായുടെ വാക്കുകൾ അവൻ്റെ ഹൃദയവേദന ഏറ്റി. മൗനമായി തന്നെ അവൾ തല കുനിച്ചു. എനിക്ക് ചെറിയമ്പ്യാരോട് എന്നും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നിറയെ കടപ്പാടുമുണ്ട്. അതിൽ കവിഞ്ഞൊന്നും എനിക്ക് നിങ്ങളോട് തോന്നിയിട്ടില്ല. നിങ്ങളിൽ നിന്ന് ഇതൊക്കെ ആഗ്രഹിച്ചൊരു മനം ഈ കൊച്ചു കുന്നിമണി ഗ്രാമത്തിൽ തന്നെയുണ്ട്. ആ ഹൃദയം ഒരു പൂമ്പാറ്റയെ പോലെ ഇവിടെയൊക്കെ പാറിപ്പടർന്ന് നടക്കുന്നുണ്ട്. ചെറിയമ്പ്യാർ ഒരിക്കലും ആ പൂമ്പാറ്റയെ തിരിച്ചറിയാതെ പോകരുത്. ഉണ്ണിമായ പറഞ്ഞു തീരുമ്പോഴേക്കും അവൾ നടന്നു തുടങ്ങിയിരുന്നു. കവിതയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ഉണ്ണിമായ. ഇനി ഇങ്ങോട്ടൊരു മടക്കം മനസ്സ് ആഗ്രഹിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങണമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. സർപ്പക്കാവിനടുത്തുള്ള കുളം കണ്ടതും അവളുടെ മനസ്സ് അസ്വസ്ഥമായി. വിഷ്ണുവുമായുള്ള കൂടിക്കാഴ്ചകൾ ഏറ്റവും അധികം സാക്ഷ്യം വഹിച്ച ഇടം. കഠിന വേനൽ കൊണ്ട് കുളമാകെ വറ്റി വരണ്ടു പായലുകൾ ഉണങ്ങിക്കിടപ്പുണ്ട്. അവരുടെ പ്രണയം തളിർത്തിടം ആ സ്നേഹം പോലെ വറ്റിപ്പോയി. നോവുന്ന ഓർമ്മകൾ പേറി അവൾ മുന്നോട്ട് നടന്നു. തന്നിൽ പിണഞ്ഞ ചതിയെ ഓർത്തു വിങ്ങാത്ത ഒരു ദിനവും അവളിൽ നിന്നും കടന്നുപോയിരുന്നില്ല. ഓരോന്നോർത്ത് ഓരോ ചുവട് വെക്കുമ്പോഴും ഇന്നും തൻ്റെ ജീവിതത്തിലെ പിഴവ് മറക്കാത്തവർ അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ ചോലമിഴികൾ കാണവേ ഉണ്ണിമായ്ക്ക് അവിടെ നിന്നും ഇപ്പോഴേ ഓടി രക്ഷപ്പെടാൻ തോന്നി. തൻ്റെ മരണം വരെ ഒരു പക്ഷേ മരിച്ച് മണ്ണടിഞ്ഞാൽ പോലും തൻ്റെ നേർക്ക് നീളുന്ന ഈ മിഴികൾ ഒരിക്കലും താഴില്ലെന്ന് അവൾ വ്യസനത്തോടെ ഓർത്തു. കവിതയുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന വിപിനെയും ജിത്തിനെയും നോക്കി എന്തോ കുറിച്ചുകൊണ്ട് സുനിത ഇരിപ്പുണ്ട്. അവളെ കണ്ടതും സുനിത കയ്യിലെ പാത്രം മറച്ചു പിടിച്ച് അവളെയൊന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് ചാടിത്തുള്ളിപ്പോയി. അവളുടെ കയ്യിലുള്ള മുറുക്ക് ചോദിക്കുമോ എന്ന ഭയമാണ്
ആ ഓട്ടത്തിൻ്റെ ഹേതുവെന്ന് ഉണ്ണിമായ്ക്കറിയാമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായി ഈ ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ജീവിക്കുന്ന സുനിതയെപ്പോലെ ആയാൽ മതിയായിരുന്നുവെന്ന് ഉണ്ണിമായ ചിന്തിച്ചുപോയി. എന്താടി പെണ്ണേ, സ്വപ്നം കാണാ? പെട്ടെന്ന് കവിത വന്ന് ചുമലിൽ തല്ലിയപ്പോഴും ഉണ്ണിമായ മിഴിച്ചങ്ങനെ നിന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ അപ്പുവിനെയും കൂട്ടി എറണാകുളത്തേക്ക് പോകും. ഉണ്ണിമായ കവിതയുടെ കരം പിടിച്ചു തിണ്ണയിലിരുന്നു. നീ ഇതൊരിക്കൽ പറഞ്ഞതല്ലേ? ഒന്നുകൂടെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്താനാണോ വീണ്ടും ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കവിത നീരസത്തോടെ മുഖം തിരിച്ചു. അല്ല, ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വന്നത്. ഞങ്ങൾ പോയാൽ വീട് അങ്ങനെ ഒഴിഞ്ഞു കിടക്കല്ലേ? വാങ്ങാൻ ആരെങ്കിലും കിട്ടിയാൽ നീ അറിയിക്കണം. എനിക്കത് വിൽക്കണം. പറ്റിയാൽ വാടകയ്ക്കെങ്കിലും കൊടുത്താൽ നല്ലത്. അതുവരെ നീയും ജിതിനും അവിടെ താമസിച്ചോ? എല്ലാം കണക്ക് കൂട്ടി പറയുന്നവളുടെ മെഴികളിലേക്ക് ഇമ വെട്ടാതെ നോക്കി നിന്നു കവിത. അപ്പം നീ ഇനി ഈ നാട്ടിലേക്ക് ഇല്ല എന്ന് സാരം. വരും, നിന്നെ കാണാൻ വേണ്ടി മാത്രം. ഉണ്ണിമായ അവളുടെ കവിളിൽ തലോടി. എൻ്റെ ജീവിതം പിച്ചി ചീന്തിയവനുള്ള ഈ നാട്ടിലേക്ക് ഇനി ഞാനില്ല. ഉണ്ണിമയുടെ മുഖം രോഷം കൊണ്ട് ചുവന്നു. കവിത അവളുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചു. അതിന് അവൻ ജയിലിലല്ലേ? ജീവപര്യന്തം ഒന്നുമല്ലല്ലോ. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അവനിവിടെ കാണും. അനന്തതയിലേക്ക് വീക്ഷിച്ചു ഉണ്ണിമായ ഭിത്തിയിൽ ചാരിയിരുന്നു. അവനിങ്ങോട്ട് വന്നാൽ ഈ ഗ്രാമീണർ അവൻ്റെ മുഖത്ത് ചെരുപ്പുരിയടിക്കും. കവിത അവളുടെ അരികിൽ വന്നിരുന്നു. അപ്പോൾ അടിക്ക് ഞാനും അർഹയാണല്ലേ കവിത? പറയുമ്പോൾ ഉണ്ണിമായ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കവിത തലകുനിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. കുന്നിമണി ഗ്രാമത്തിലുള്ളവർ ഒന്നും മറക്കില്ല. അവൻ ചെയ്ത തെറ്റിന് ശിക്ഷയൊന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് കവിതേ. നിന്നിൽ നിന്ന് പോലും മറച്ചു വെച്ച് ഞാൻ അവന് വഞ്ചിക്കാൻ കൂട്ടുനിന്നു. ഒരു നെടുവീർപ്പോടെ ഉണ്ണിമായ പറയുന്നതിനിടയിൽ സുചിത്ര ഒരു വലിയ പാത്രത്തിൽ ചായയും പലഹാരങ്ങളും ഒരുമിച്ച് വെച്ച് അവരുടെ അടുത്തേക്ക് വന്നതും ഇരുവരും സംസാരം നിർത്തി. സുചിത്രയിൽ നിന്നും അങ്ങനെ ഒരു സൽക്കാരവും സ്നേഹവും അന്യമായതുകൊണ്ട് തന്നെ ഉണ്ണിമായുടെയും കവിതയുടെയും മുഖത്ത് അതിശയം നിറഞ്ഞിരുന്നു. ഉണ്ണിമായ സംശയത്തോടെ കവിതയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് അതിശയം മാറി ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വന്നിരുന്നു. കവിത പുഞ്ചിരി തൂകി തന്നെ സുചിത്രയെ നോക്കി. അവരുടെ മുഖത്ത് നിറയെ ഉണ്ണിമായോടുള്ള സഹതാപവും അവൾക്ക് ഇനി ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണെന്നും കവിത മനസ്സിലാക്കിയിരുന്നു. ഉണ്ണിമായ കഴിക്ക്. പാത്രത്തിലേക്കൊന്ന് നോക്കി പിന്നീട് ഉണ്ണിമായുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സുചിത്ര വാത്സല്യത്തോടെ പറഞ്ഞു. കഴിക്കടോ, ദേ ആ ഉണ്ണിയപ്പം എടുത്ത് കഴിക്ക്. സ്തംഭിച്ചു നിൽക്കുന്നവളെ നോക്കി കവിത പറഞ്ഞു. അതോടെ അവൾ ഒരു ഉണ്ണിയപ്പം കയ്യിലെടുത്ത് കഴിച്ചു. ഉണ്ണിയപ്പത്തിൻ്റെ രുചി നാവിലറിഞ്ഞപ്പോഴും അതിൻ്റെ മണം നാസികയിലെത്തുമ്പോഴും അവൾ ഭാമിനിയെ ഓർത്തു. ഒരു ഉണ്ണിയപ്പ കൊതിച്ചി എന്നും പറഞ്ഞ് കളിയാക്കി മിക്ക ദിവസങ്ങളിലും ഭാമിനി ഉണ്ണിമായ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അടർന്നു വീഴാൻ വെമ്പി നിൽക്കുന്ന കുഞ്ഞു മിഴിനീർ തുള്ളിയെ അവൾ ദ്രുതഗതിയിൽ മായ്ച്ചു കളഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അപ്പു ഇവിടെ നിന്നോട്ടെ. കവിതയുടെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. അതെ, ഇവിടുത്തെ പിള്ളേരെ കൂടെ അവൻ പഠിക്കുകയും സ്കൂളിൽ പോകുകയൊക്കെ ചെയ്തോളും. സുചിത്ര കൂടി അത് ശരിവെച്ചു. ഞങ്ങളെ പിരിഞ്ഞ് അവൻ അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. ഞാൻ അവനെ തനിച്ചാക്കിയാൽ അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ നോവിക്കും. ഉണ്ണിമായ സങ്കടത്തോടെ ചിന്തയിലാണ്ടു. പിന്നെ അവനും കൂടെ ഇല്ലെങ്കിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ട പോലെ ആകും. നിനക്ക് ജോലി എവിടെയാ കിട്ടുന്നതെന്നോ താമസം എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കവിത ഉണ്ണിമായ്ക്ക് നേരെ ചായ ഗ്ലാസ് നീട്ടി. ഉണ്ണിമായ പോകുന്നതിന് മുന്നേ ഇലഞ്ഞിത്തറയിൽ പോയി വല്യാത്തോലെ ഒന്ന് കാണണമായിരുന്നു. അവർക്കരികിൽ വന്നിരുന്നു കൊണ്ട് സുചിത്ര അഭിപ്രായപ്പെട്ടു. വല്യാത്തോലെ കാര്യം വലിയ കഷ്ടത്തിലാ. എന്തിനും ഏതിനും ഭാമിനി ഇല്ലാണ്ട് പറ്റില്ലായിരുന്നല്ലോ. ആകെ ഒരു അങ്കലാപ്പാണ് ആൾക്ക്. ചില സമയത്ത് ആരെയും തിരിച്ചറിയുന്നില്ല. ഭാമിനി എന്ന് വിളിച്ച് കരയും. ഇപ്പം ഞാനാ കുളിപ്പിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതൊക്കെ.
വല്യാത്തോലെ കണ്ണടിയും മുമ്പേ ആ ചെറിയമ്പ്യാരുടെ കല്യാണം വേഗമൊന്ന് നടന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ഖേദം ചെറിയമ്പ്യാർക്ക് ഈ ജന്മത്തിൽ മാറില്ല. സുചിത്ര ഇലഞ്ഞിത്തറയിലെ അവസ്ഥ ഓർത്ത് നെടുവീർപ്പിട്ടു. മറുത്തൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഉണ്ണിമായും കവിതയും മൗനം പാലിച്ചു. ഉണ്ണിമായി ഇനി തിരിച്ചു വരുമ്പോഴേക്കും വല്യാത്തോലുണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല. അമ്മയെ ഒത്തിരി സ്നേഹിച്ച ഒരാളല്ലേ. ആ കുടുംബത്തിൻ്റെ സഹായം കൊണ്ടല്ലേ നമ്മളൊക്കെ പട്ടിണി കിടക്കാതെ ജീവിച്ചതും. പോയി കാണണം, കവിതയും വന്നോളും കൂട്ടിന്. ഇതും പറഞ്ഞ് സുചിത്ര അകത്തേക്ക് പോകാനൊരുങ്ങി. പിന്നെ നാക്കിന് ട്രെയിനിൻ്റെ നീളമുള്ളൊരു സാധനം ഉണ്ട് അവിടെ, സൗപർണിക. സുചിത്ര തിരിഞ്ഞു നിന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്താ പറയുക ചെയ്യുക എന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുക, ഒന്നും എതിർത്ത് പറയരുത്. ദേ നിന്നോടാണ് ഈ പറഞ്ഞത്, നിന്റെ നാക്കാണല്ലോ അടങ്ങാത്തത് എന്നും പറഞ്ഞ് സുചിത്ര കവിതയുടെ ചെവിയിൽ നുള്ളി. കവിതയോടൊപ്പം നടന്ന് ഉണ്ണിമായയും ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ മുൻവശത്തെത്തി. എടി പെണ്ണെ, നമുക്ക് പിന്നെ അപ്പുറത്തെ പാലം കടന്ന് പോകാം. മുൻവശത്ത് ഏതെങ്കിലും ഒരു നമ്പ്യാർ കാണും. ചെങ്കല്ലിൽ കൊത്തിമിനുക്കി പണിത പടവുകൾ തല ഉയർത്തി നിൽക്കുന്ന ആ വലിയ മഠം വീക്ഷിക്കവേ ഉണ്ണിമായ പറഞ്ഞു. അത് ശരിവെച്ച് ഇരുവരും മുന്നോട്ട് കുറച്ചുകൂടെ നടന്നു. ചുറ്റും ചെങ്കല്ല് മതിലാണ്. കവിതയുടെയും ഉണ്ണിമായുടെയും ഹൃദയമിടിപ്പ് ഉയർന്നു തുടങ്ങി. കാര്യം ആത്തോലമ്മയോടുള്ള സഹതാപം മൂത്ത് ഒന്നും ചിന്തിക്കാതെ ചാടി പുറപ്പെട്ടതാണെങ്കിലും പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് ഇരുവരുടെയും മനം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒരിക്കലേ ഈ വീടിൻ്റെ ഉമ്മറത്ത് കയറിയിട്ടുള്ളൂ, അതും എറണാകുളം പോയ നിൻ്റെ ഒരു വിവരമില്ലാഞ്ഞിട്ട്. പാലം കടന്നപ്പോൾ പാവടയിൽ കുരുങ്ങിയ കാറമുള്ള എടുത്ത് കളയവേ കവിത പറഞ്ഞു. ഞാൻ ഈ മഠത്തിൻ്റെ ഉമ്മറം പോലും കണ്ടിട്ടില്ല. നീ ഉമ്മറം മാത്രം ആക്കണ്ട, ഇലഞ്ഞിത്തറയിലെ അകത്തമ്മ തന്നെ ആയിക്കോ. പൂച്ചയെപ്പോലെ കണ്ണടച്ച് പാല് കുടിച്ചിരുന്നാലേ ഒരു തേങ്ങയും നടക്കില്ല. സ്നേഹമുണ്ടെങ്കിൽ അത് സ്നേഹിക്കുന്നവനോട് തുറന്നു പറയാനുള്ള ആർജവം വേണം. ആ സ്ഥാനത്ത് വേറെ ഒരുത്തി വന്നിരുന്നാൽ പിന്നെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമുണ്ടാകില്ല. പറഞ്ഞേക്കാം. താക്കീതോടെ ഉണ്ണിമായ പറയുന്നത് കേട്ട് കവിത നീച്ചു നിന്നു. എനിക്കതൊക്കെ ഓർക്കുമ്പോഴേ പേടിയാവുക. ഞാൻ എന്താ പറയുക? കൈകൾ രണ്ടും കൂട്ടി പിണച്ച് കവിത നിന്നു. ചെറിയമ്പ്യാർക്ക് ഞാനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്, ബാക്കി അങ്ങേർക്ക് നീ കൊടുത്താൽ മതി. അതരങ്ങൾ കൂർപ്പിച്ച് ഉണ്ണിമായ പുഞ്ചിരിച്ചു. എടി ഉണ്ണിമായ, നീ എന്ത് പണിയാ കാണിച്ചത്? കവിത മിഴികൾ വിടർത്തി അവളുടെ നേരെ ഓടി വന്നു. കിടന്നു കൂവണ്ട, പേരൊന്നും പറഞ്ഞിട്ടില്ല. അതിനും വലിയ സഹായമൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ചെറിയമ്പ്യാരെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാലോ. വിശ്വസിച്ച് സ്നേഹിക്കാം, കൂടെ ജീവിക്കാം. വിഷ്ണുവിനെ പോലെ ഒരു ചതിയനല്ല. അവസാനത്തെ വാചകം പറയുമ്പോൾ ഉണ്ണിമായുടെ മിഴികൾ നിറഞ്ഞു, സ്വരം പതിഞ്ഞു പോയിരുന്നു. ഉണ്ണിമായെ, നിനക്കും വേണ്ടേ ഒരു ജീവിതം? കവിതയുടെ ചോദ്യത്തിന് പുച്ഛം കലർന്നൊരു മറുപടി ആയിരുന്നു ഉണ്ണിമായിൽ നിന്ന് ഉണ്ടായത്. ഇരുവരും സംസാരിച്ച് ഇലഞ്ഞിത്തറ മുറ്റത്തേക്ക് എത്തിയതും സംസാരം അവസാനിപ്പിച്ചു. വാ, അങ്ങോട്ട് പോകാം. കവിത ചൂണ്ടിക്കാട്ടിയ ഇടത്തേക്ക് ലക്ഷ്യം വെച്ച് ഉണ്ണിമായ നടന്നു. നമ്മുടെ അമ്മമാർക്ക് ഈ വീടിൻ്റെ മുക്കും മൂലയും നന്നായി അറിയും. അവരുടെ കരസ്പർശമേൽക്കാത്ത ഒരിടം പോലും ഇവിടെ കാണില്ല. എല്ലലിയും വരെ പണി ചെയ്തിട്ടുണ്ട് അവർ ഈ വീട്ടിൽ. ഉണ്ണിമായക്കും കവിതക്കും അമ്മമാരെക്കുറിച്ചോർത്ത് ഹൃദയം പിടഞ്ഞു. ഇവിടെ ആരും ഇല്ലേ? മഠത്തിൻ്റെ പിന്നാമ്പുറത്തെ നീണ്ട വരാന്തയിലെ അടഞ്ഞു കിടക്കുന്ന വലിയ മരവാതിൽ തട്ടി വിളിക്കാനുള്ള ഭീതിയിൽ അവർ നിന്നെങ്കിലും ഒടുക്കം കവിത ഉറക്കെ വിളിച്ചു ചോദിച്ചു. വാതിൽ തുറക്കുന്നത് ആരായാലും തങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമോ എന്ന ശങ്കയിൽ ഇരുവരും കാത്തു നിന്നു. തുടരും. ഇനി 2 മഹതികളും കൂടി ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് ആത്തോലമ്മയെ കാണാൻ. ആത്തോലമ്മ
ആദ്യം ഏറി ഇപ്പോൾ ആളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പാവം സ്ത്രീ മകനെയും സ്നേഹിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഉണ്ണിമായയാണ് അതിനൊക്കെ കാരണം. എന്തായാലും അവൾക്ക് തെറ്റുകളൊക്കെ തിരുത്തി ഇനിയെങ്കിലും നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത ഭാഗവുമായി ഉടനെ വരാം. എന്നും പറയുന്ന പോലെയാണ്, പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 500 ആവാൻ ഞാൻ കാത്തിരിക്കും.